പേരെ ഇതെന്താ വണ്ടിയൊക്കെ ആയിട്ട്? ഇത് കൊച്ചുമോൻ്റെ പണിയാണ്. അത് ഞാൻ വടി വെക്കുന്നിടത്തവൻ കൊണ്ട് വണ്ടി വെച്ചു, വടി മാറി വണ്ടിയായി. നീ എന്താണ് ഈ കുറ്റിക്കാട്ടിന്ന്? എൻ്റെ അമ്മയാണല്ലോ വില്യം പേരെ ഈ പുഴ. കേട്ടും അടുത്താണെങ്കിൽ വേണ്ട. ഈ പുഴയിൽ ഒഴുകി വന്ന് ഈ കുറ്റിക്കാട്ടിലാണ് ഞാൻ വീണത്. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ മടിത്തട്ടാണത്. ഞാൻ എൻ്റെ അച്ഛൻ്റെ മടിത്തട്ടിൽ കിടന്ന് എൻ്റെ അമ്മയായ പുഴയെ ഞാൻ നോക്കുമായിരുന്നു. ചുമ്മാ അല്ലേ നാട്ടിലെ പെണ്ണുങ്ങളൊക്കെ പറയുന്നത് വേലായിൻ്റെ ശല്യം കുളിക്കടവിൽ കൂടി വരുവാന്ന്? അത് ചുമ്മാ അസൂയക്കാർ പറഞ്ഞുണ്ടാക്കുന്ന വില്യം പേരെ. നാട്ടുകാരെ പറഞ്ഞിട്ട് കുറ്റമില്ല. ആ കേളപ്പൻ്റെ മോക്ക് ചീത്തപ്പേരുണ്ടാക്കി, പിന്നെ നല്ല വീട്ടിലെ പെണ്ണുങ്ങളെ എടുത്ത് ആരെങ്കിലും പ്രശ്നമുണ്ടായി അവിടെ പോയി വടികുത്തുക, പിന്നെ കുന്നുമ്മൽ ശാന്തയുടെ അവിടുത്തെ കിടപ്പും. കുന്നുമ്മൽ ശാന്തയുടെ കിടപ്പ് മാറ്റി. അപ്പോൾ നീ വള്ളപ്പുരയിലാണോ കിടപ്പ്? വള്ളപ്പുരയിൽ കൊതുകടിയായുണ്ട്. ഞാനിപ്പം ബസ് സ്റ്റാൻഡ് അമ്മണിയുടെ വീട്ടിലാണ് കിടപ്പ്. ഇപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, നിന്റെ അസുഖം കൊതുകടിയല്ല കൃമികടിയാന്ന്. ഇതെന്താ വേലായുധാ നിന്നെ മീശ വരച്ച് വെച്ചേക്കുന്നേ? ഹിന്ദി അറിയാത്ത ഞാൻ ഒരു ബംഗാളിയുടെ കടയിൽ ഷേവ് ചെയ്യാൻ കയറിയതാ. ഓ ഭാഗ്യം, ഞാൻ മുടി വെട്ടാൻ പോകാൻ വേണ്ടി ഇരുന്നായിരുന്നു. ചെന്ന് കയറിക്കൊട്, അവൻ തലവെട്ടി കളയും നിങ്ങളെ. പിന്നെ നിന്റെ കേളപ്പേട്ടൻ എന്തേ? കണ്ടിട്ട് കുറച്ച് ദിവസം ആയല്ലോ. കൊച്ചിലെ പനി വന്നപ്പം ഉപ്പ് തുണി നനച്ചിട്ട കഥ പറഞ്ഞ് പുള്ളിയുടെ ഉപ്പ് തീർന്നു പോയി. അതുകൊണ്ട് ഒരു ലോഡ് ഉപ്പ് എടുക്കാൻ വേണ്ടി തമിഴ്നാടിന് പറഞ്ഞു വിട്ടേക്കുക. നിന്റെ ഒരു കൂട്ടുകാരനുണ്ടല്ലോ വേലായുധേട്ടാ തടിയെന്ന് വിളിച്ച് പറയുന്നേ, അവനെ നീ തല്ലി ഓടിച്ചെന്ന് പറയുന്നത് കേട്ടല്ലോ. അവനെ തല്ലിയല്ല വില്യം പേരെ, അവനെ കൊല്ലുക വേണ്ടത്. വില്യം പേർക്കറിയാലോ ഈ മലവെള്ളപ്പാച്ചിൽ ഞങ്ങൾ തടി പിടിക്കുന്നതിന്. തടിയൊന്നും കിട്ടാതെ കാത്തിരുന്നപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു, വേലായുധേട്ടാ ഒരു മുള്ളുമുരിക്ക് വരുന്നുണ്ട്. തടിയൊന്നും കിട്ടാത്ത സാഹചര്യത്തിൽ മുള്ളുമുരിക്കെങ്കിൽ മുള്ളുമുരിക്ക് നമ്മുടെ ചെറിയമ്പേർക്ക് കൊടുക്കാലോ. ഏതോർത്ത് ഞാൻ വെള്ളത്തിൽ ചാടി മുള്ളുമുരിക്കിന് ചുറ്റും കയറി വെറ്റി അടയെ കൊളുത്തിട്ട് വലിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. അത് മുള്ളുമുരിക്കല്ല, അതൊരു മുട്ട മുതലയായിരുന്നത്. അവനെ പിന്നെ ഞാൻ തല്ലുകയല്ല കൊല്ലുകയല്ല വേണ്ട വില്യം പേരെ.